ഇവരില് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള അമ്മ ആരാണ്? അവർക്കൊരു ഉമ്മ കൊടുക്ക്. സോ സ്വീറ്റ്. ഓക്കെ. ഏറ്റവും കൂടുതൽ പാവം ആരാണ്? ഏറ്റവും പാവം? ഓഫ് അല്ല, ഇന്ന് നീലോമ്മയാണ് ഫുൾ ഉമ്മയെ കൊണ്ട് പോകുന്നത്. ഉമ്മ കൊടുത്താൽ മതി പാറു. രണ്ടമ്മമാരും എന്നൊരു കാര്യം ചെയ്യും. പാറു നീനെ കൈ വെച്ചു കൊടുക്ക. അപ്പൊ പാറു ഉമ്മ വെച്ചോളൂ. ഞാൻ കൈ വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൈ വെക്കേണ്ട ആവശ്യമില്ല. പാറു ഇന്നത്തെ ഏറ്റവും ദേഷ്യപ്പെടുന്ന അമ്മ ആരാണ്? അവർക്കൊരു ഉമ്മ കൊടുക്ക. ഒരു ഉമ്മയെങ്കിൽ ഒരു ഉമ്മ. ഉമ്മ കൊടുത്തോ. കൂടുതൽ പാറുവിന് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരുന്നത് ഏതമ്മയാ? ഇന്ന് കപ്പ് നീലു ചേച്ചിക്ക് തന്നെ. ഉമ്മ കൊടുത്തോ? അമ്മ മേടിച്ചു തരുന്നത് ഗിഫ്റ്റ് അല്ലേ? അമ്മ മേടിച്ചു തരാറില്ലേ? അമ്മ ഗിഫ്റ്റ് അല്ലല്ലോ, അത് അമ്മയുടെ കടമയാണല്ലോ. ഓഹോ, അമ്മ കൊടുക്കുന്നത് കടമയും ഞാൻ കൊടുക്കുന്നത് ഗിഫ്റ്റുമാണ്. പാറു ഉപ്പും മുളകും ഷൂട്ടില്ലാത്തപ്പോ നീലു അമ്മയെ മിസ് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക്. അപ്പൊ എങ്ങനെ ഈ അമ്മയോടെ പോവാൻ ഓക്കെ ആണോ? അതോ നീലു അമ്മയുടെ വീട്ടിൽ പോകണമെന്നാണോ പാറുവിന്റെ ആഗ്രഹം? എനിക്ക് നീലു അമ്മയുടെ വീട്ടിൽ പോകണമെന്ന്. സോറി ചേച്ചി, ഞാൻ മനഃപൂർവ്വം ഇത് ഇറങ്ങി പോവാൻ എന്നോട് ദേഷ്യം പറയാണ്ടിരുന്നാ മതി. കുഞ്ഞിലെ വന്നത് കൊണ്ടാണ് കൊച്ചിങ്ങനെയൊക്കെ പറയണത്. അത് അവർക്കും അറിയാം. വളർന്നു കഴിയുമ്പോൾ മറിക്കുള്ളൂ. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എന്താ പറയാ, നമ്മൾ ആ കൊറോണ സമയത്തൊക്കെ കുറെ നാൾ മാറിയെന്നല്ലോ. ആ സമയത്തൊക്കെ ഭയങ്കര ഹാർട്ടിട്ട് ഭയങ്കര വല്ലാത്തൊരു ഇതായിരുന്നു എനിക്ക്. കാരണം ഞാൻ വീഡിയോ കോളിലൊക്കെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് കുറെ ക്ഷമയുണ്ട്. ചേച്ചി കുറെ എടുത്തോണ്ട് നടക്കും. എപ്പോഴും എടുത്തള്ളി വെച്ച് ഇങ്ങനെ എടുത്തിട്ട് വെച്ചോണ്ട് നടക്കും. ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് ഭയങ്കര പിള്ളേരെ ആരും എടുക്കാറില്ല. എനിക്ക് 3 കുട്ടികൾ 3 നേരം എടുക്കാറില്ല. അത് കാരണം എന്നോട് എപ്പോഴും പറയും, എന്നെ നീലോമ എടുക്കുമല്ലോ, എന്നെ നീലോമ എടുത്തോണ്ട് നടക്കുമല്ലോ. അതുണ്ട്. വീട്ടിലെന്താണ് ഇത് എന്റെ മോളും എന്നോട് പറയുന്ന. ഇപ്പൊ നമ്മളെ വീട്ടിലാണെങ്കിലും എന്റെ മോളും ഇതുപോലെ എന്നോട് പറയാം, അമ്മ അവനെ കൊഞ്ചിക്കാണ്, അവന്റെ താളത്തിന് തുള്ളുകയാണ്. പക്ഷെ അത് നമ്മളെ എന്താണ് അറിയില്ല. ചിലപ്പോ എനിക്ക് കുഞ്ഞുങ്ങള് എന്നുള്ള സംഭവം ഉണ്ട് എന്റെ മനസ്സിൽ എപ്പോഴും. എത്ര വലുതായാലും ഇങ്ങനെ ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും. അതുകൊണ്ട് എന്താ ഗംഗയ്ക്ക് അറിയാം, എന്റെ കുട്ടികൾക്ക് പക്വത ഇല്ല അല്ലേ? രണ്ടുപേർക്കും പക്വത ഇല്ല. ചിന്നുവിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വഭാവമാണ്. എന്റെ ഇളയ മോളൊക്കെ എപ്പോഴും വന്നിട്ട് അതേപോലെയൊക്കെയുള്ള വർത്താനവും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ എപ്പൊ കെട്ടിച്ചൂടും, ഇതിനെയൊക്കെ ഇങ്ങനെ കെട്ടിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം മൂത്തത് പിന്നെ ഇച്ചിരി പക്വതയുണ്ട്. ചേച്ചിക്ക് ഈ കുട്ടികളോടുള്ള സ്നേഹം കണ്ടിട്ട് ചേച്ചിയുടെ ശരിക്കുള്ള മക്കള് ഇങ്ങനെ അമ്മ ഇതെന്താ കാണിക്കുന്നത്, ഞങ്ങളെ ഒന്നും വേണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കില്ല. അവിടെ ചെന്ന് അവിടെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അങ്ങനത്തെ പ്രത്യേക ഫീലൊന്നുമില്ല. അവർക്കറിയാം ഇങ്ങനെ തന്നെയാണ്.